إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഇഹലോക ജീവിതമെന്നത് 100% നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു ഇടമല്ല. നമ്മളെല്ലാവരും സംതൃപ്തിയെ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി, ആരോഗ്യപരമായി, ഏത് മേഖലകളിലും പൂർണ്ണ സംതൃപ്തനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇഹലോകമെന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. പരലോകത്ത് ഒരു വിഭാഗം ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സുഖത്തിൽ മാത്രമാകുമ്പോൾ മറുവിഭാഗം സങ്കടത്തിൽ മാത്രമാണെങ്കിൽ ഇഹലോകമെന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. പരലോകത്ത് എന്നും സുഖം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ, സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ ഈ സുഖദുഃഖ സമ്മിശ്രമായ ദുനിയാവിൽ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും സന്ദർഭങ്ങളിൽ വിശ്വാസി എങ്ങനെയാണ്, ഏത് നിലക്കുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യം സ്വർഗാവകാശികളാകുന്നത് ദരിദ്രരായ മുഹാജിറുകളാണ്. കാരണം അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നെഞ്ചിലൊതുക്കി അവ പൂർത്തീകരിക്കാൻ കഴിയാതെ മൺമറഞ്ഞു പോയവരാണ്. സ്വർഗപ്രവേശനത്തിന് മലക്കുകൾ പറയുന്ന പ്രധാന കാരണം സബ്റാണ് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ഹൽ തദ്റൂന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന മിൻ ഖൽഖില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ പടപ്പുകളിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നത് ആരാ, നിങ്ങൾക്കറിയോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും മാത്രമാണ് അറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം, അൽ ഫുഖറാഉൽ മുഹാജിറൂൻ, ദരിദ്രരായ മുഹാജിറുകളാണ്. വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സദരിഹി ലാ യസ്തതിഉ ലഹാ ഖലാഅൻ, അവരുടെ ആവശ്യങ്ങൾ അവരുടെ നെഞ്ചിലൊതുക്കിക്കൊണ്ട് അവ നിർവഹിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയവരാണവർ. ഫയഖൂലുല്ലാഹു ഇഅ്തൂഹും ഫഹയ്യൂഹും ഫതഖൂലുൽ മലായികതു റബ്ബനാ നഹ്നു സുക്കാനു സമാഇക, മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ അവരുടെ അടുക്കൽ പോയി അവരോട് നിങ്ങൾ സലാം പറയണം. അപ്പൊ മലക്കുകൾ തിരിച്ചു ചോദിക്കും, റബ്ബേ, നിന്റെ ആകാശത്തിൽ താമസിക്കുന്ന ഞങ്ങൾക്ക്, നിന്റെ വാനവാസികളായ ഞങ്ങൾ, വഖീറതുക മിൻ ഖൽഖിക്, നിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമരാണ് എന്നിരിക്കെ, അഫതഉമുറുന അൻ നഅതിയ ഹഉലാഇ ഫനുസല്ലിമ അലൈഹിം, എന്നിരിക്കെ ഇവരുടെ അടുക്കൽ ചെന്ന് അവരെ അഭിവാദ്യം ചെയ്യാൻ, അവരോട്
സലാം പറയുകയാണോ വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചു മറുപടി നൽകിയത് ഇന്നഹും കാനൂ ഇബാദൻ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. അവർ എന്റെ അടിമകളിൽ ഏറ്റവും സൽവൃത്തരായ, എന്നെ മാത്രം ആരാധിച്ച, എന്നിലൊന്നിനെയും പങ്കു ചേർക്കാത്തവരാണ്. മാത്രമല്ല വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സുദ്രിഹി ലാ യസ്തതിഉ ലഹാ ഖലാഅൻ. വീണ്ടും എടുത്തു പറയാണ്, അവരുടെ ആവശ്യങ്ങളെ നെഞ്ചിലൊതുക്കിക്കൊണ്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയവരാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾക്ക് അഭിവാദ്യം, നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കഴിഞ്ഞ കാരണത്താൽ ഫനിഅമ ഉഖ്ബദ്ദാർ, എത്ര അത്യുത്തമമായ ഭവനമാണ് അവർക്ക് നൽകപ്പെടുന്നത് എന്നതാണ്. സഹോദരങ്ങളെ, കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ, മക്കളുടെ വിവാഹ തടസ്സങ്ങൾ, പഠനം കഴിഞ്ഞതിന് ശേഷവും ജോലിയില്ലാത്ത അവസ്ഥ, രോഗങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവർ, കടുത്ത സാമ്പത്തികമായ ബാധ്യതകൾ, എല്ലാം ഈ ദുനിയാവിന്റെ സ്വഭാവമാണ്. എന്നാൽ ദുനിയാവ് എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല അതിനെക്കുറിച്ച് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ദുനിയാവ് കൊടുക്കും, സമ്പത്ത് കൊടുക്കും. പക്ഷെ വലാ യുഅ്തിൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു. ഈമാൻ എന്നത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതാണ്. ദുനിയാവിലെ സമ്പത്ത്, സൗകര്യം, ഇതെല്ലാവർക്കും അല്ലാഹ് കൊടുക്കും. അല്ലാഹ് ഇഷ്ടപ്പെട്ടതിന്റെ മാനദണ്ഡം ദുനിയാവ് കിട്ടുക, സമ്പത്ത് കിട്ടുക എന്നതല്ല. ഈമാൻ കിട്ടിയിട്ടുണ്ടോ? മറ്റൊരു പോർട്ടിൽ വലാ യുഅ്തി ദീന ഇല്ലാ മൻ യുഹിബ്ബു. ദീൻ എന്നത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതാണ്. ഇപ്പൊ ദീന് കിട്ടിയോ, ഈമാൻ കിട്ടിയോ എന്നതാണ് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭ്യമായോ ഇല്ലയോ എന്നതിന്റെ അടയാളം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സന്ദർഭത്തിൽ ദുനിയാവിനെ നമ്മൾ സമീപിക്കേണ്ടത്, അത് ഖൈറ് ലഭിക്കുമ്പോ, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടുമ്പോ, അവിടെ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. നമുക്ക് മുന്നിൽ മല പോലെ പ്രതിസന്ധികൾ വരുമ്പോ നാം ഓർക്കേണ്ടത് നമ്മളെക്കാൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയാണ്. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം. ഉപ്പയും വല്യുപ്പയും നബിമാരായിട്ടും ആ പ്രവാചകൻ ഉപ്പ നബിയാണ്, വല്യുപ്പ നബിയാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്, ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. എന്നിട്ടും കിണറ്റിൽ കഴിഞ്ഞ, അടിമച്ചന്തയിൽ കഴിഞ്ഞ, അവസാനം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്, ഫലബിസ ഫിസ്സിജ്നി ബിദ്അ സിനീൻ. ജയിലിൽ വർഷങ്ങളോളം അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു എന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇഖ്ലാസ്, ആ ഇഖ്ലാസ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ ആ ചോരത്തളപ്പിൽ ആരുമറിയാത്ത അന്യനാട്ടിൽ കൊട്ടാരത്തിലെ സുന്ദരിയായ യജമാനത്തി വാതിലുകൾ കൊട്ടിയടച്ചപ്പോ, തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോ വാതിലുകൾ കൊട്ടിയടച്ച് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ നിന്ന് കുതറിയത് അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറഞ്ഞത് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് കൊണ്ട് പ്രത്യേകമായി തെരഞ്ഞെടുത്ത നമ്മുടെ അടിമകളിൽപ്പെട്ടവരാണ് അദ്ദേഹം എന്നതാണ്. ത്യാഗപൂർണമായിരുന്നു. നബിയാണ് എന്നതുകൊണ്ട് പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗപൂർണമായ ജീവിതം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ പരമ്പരയായിരുന്നു. ചിലര് പറയാറുണ്ട്, ഞാൻ എത്ര കാലമായി നിസ്കരിക്കുന്ന, എത്ര കാലമായി നോമ്പനുഷ്ഠിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിട്ടും എനിക്കെന്നും ഈ കഷ്ടപ്പാടാ. ഇതൊന്നുമില്ലാത്ത ഇന്ന വ്യക്തി, അയാളൊക്കെ എത്ര സുഖത്തിലാ, അയാൾ എപ്പോഴാ പള്ളിക്ക് വരിക എന്നൊക്കെ ചിലരെ ചൂണ്ടി പറയാറുണ്ട്. ദീനിയായ കർമ്മങ്ങൾ എന്നത് ദുനിയാവിലെ സുഖത്തിന് വേണ്ടിയിട്ടല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ജനനത്തിന് മുമ്പ് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടു. ഉമ്മ 6-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. 8-ാം വയസ്സിൽ വല്ലിപ്പയും വഫാത്തായി. ശഅബ് അബി ത്വാലിബ് താഴ്വരയിൽ, ആ മലഞ്ചെരുവിൽ പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് ആ പ്രവാചകൻ
3 വർഷത്തോളം പട്ടിണി കിടക്കേണ്ടി വന്നത് നമുക്കറിയാം. താങ്ങും തണലുമായിരുന്ന പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അബൂ ത്വാലിബ്, അവരുടെ വേർപാട്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടാക്കിയിട്ടുള്ള വിഷമവും പ്രയാസവും, പ്രവാചകൻ ജനിച്ചു വീണ മക്കയിൽ നിന്ന് പ്രവാചകനെ ആ നാട്ടുകാരാൽ പുറത്താക്കപ്പെടുന്നു. പ്രവാചകൻ അവിടെ നിന്ന് ഹിജ്റ പോകുന്നു. പ്രവാചകന്റെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചത്. ഇങ്ങനെ തുടങ്ങി ബദർ. ആ ബദറിന്റെ സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര പ്രതിസന്ധി നിറഞ്ഞതാണ്. ഇപ്പുറത്ത് ഉള്ള സൈന്യത്തെക്കാൾ 3 ഇരട്ടി വരുന്ന സൈന്യം അപ്പുറത്തിങ്ങനെ കണ്ണുകൊണ്ട് കാണാം. എല്ലാ നിലക്കും സർവായുധ സജ്ജരായി നിൽക്കുന്ന ആ ഒരു പട്ടാള സൈന്യത്തെ ഈ പട്ടിണി പാവങ്ങൾ നേരിടേണ്ട ഒരു പ്രതിസന്ധി ഘട്ടം പ്രവാചകനും സ്വഹാബത്തിനും വന്നിട്ടുണ്ട്. ഉഹദിന്റെ സന്ദർഭം എന്നത് മറ്റൊരു പ്രതിസന്ധിയായിരുന്നു. ഖന്തക്കിന്റെ സന്ദർഭം നമുക്കറിയാം. എന്നാൽ ഇതൊക്കെ ആ പ്രവാചകൻ നേരിട്ടു എന്നതാണ്. ആ പ്രവാചകന്റെ 7 മക്കളിൽ 6 പേരുടെയും വേർപാട് സ്വന്തം കണ്ണുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അശദ്ദു ബലാഅ, ഏറ്റവും കൂടുതൽ ശക്തമായ പരീക്ഷണത്തിന് വിധേയമാകുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത് അൽ അംബിയ, അത് അംബിയാക്കളാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നെ അംബിയാക്കളെ പോലെ ജീവിച്ച സൽവൃത്തർക്കാണ് ഏറ്റവും കൂടുതൽ അവർ പരീക്ഷിക്കപ്പെടുക. ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി, ദീൻ, ഒരാളുടെ ദീൻ അനുസരിച്ചാൽ പരീക്ഷിക്കപ്പെടും. ഫഇൻ കാന ദീനുഹു സുൽബൻ, ശക്തമായ ദീനാണെങ്കിൽ ഇഷ്തദ്ദ ബലൗഹു, അതിനനുസരിച്ച പരീക്ഷണങ്ങളെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. വഇൻ കാന ഫീ ദീനിഹി റിഖ, ദുർബലമായ ദീനാണെങ്കിൽ ഉബ്തുലിയ അലാ ഹസബി ദീനിഹി, അവന്റെ ദീനനുസരിച്ചും അവൻ പരീക്ഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുമെന്നാണ്. ദുനിയാവിൽ പരീക്ഷണം സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കണക്കാക്കിയ ഓരോന്നിനെയും അല്ലാഹുവിന്റെ ഖലാ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് അവയെ ക്ഷമാപൂർവം നേരിടാൻ, ആ പരീക്ഷണങ്ങളെ പരലോകത്തേക്കുള്ള വരുമാനമാക്കി മാറ്റാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് സാധിക്കും. പരീക്ഷണങ്ങൾ വരുമ്പോ ഖലാ ഖദറിലുള്ള വിശ്വാസം നമ്മളിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹദീദിൽ അല്ലാഹു പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബ, ഒരു മുസീബത്തും നിങ്ങൾക്ക് ബാധിക്കുന്നില്ല. ഫിൽ അർളി വലാ ഫി അൻഫുസികും, ഈ ഭൂമിയിലോ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലോ ഒരു മുസീബത്തും നിങ്ങൾക്ക് ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഅഹ, അത് സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ ഒരു രേഖയിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുക്ക് അത് നിസ്സാരമാണ്. പിന്നെന്തിനാ നിങ്ങൾ ഇത് അറിയിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയതിൽ ദുഃഖിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ കിട്ടാതെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, കിട്ടാതെ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, അങ്ങനെ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച പലതും നഷ്ടപ്പെട്ടു പോകും. അത് ആ നിലക്ക് തന്നെ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. അത് ആ നിലക്ക് മനസ്സിലാക്കാനും അത്തരം സന്ദർഭങ്ങളെ ക്ഷമയോടുകൂടി അവയെ തരണം ചെയ്യാൻ സാധിച്ചാൽ അത് വിശ്വാസികൾക്ക് പരലോകത്തേക്ക്, സ്വർഗത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് പരീക്ഷണങ്ങൾ എന്നത്. പരീക്ഷണങ്ങൾ ഒരിക്കലും ശിക്ഷയല്ല, മറിച്ച് വിശ്വാസിയുടെ ഈമാൻ അളക്കാനുള്ള അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് പരീക്ഷണങ്ങൾ. അല്ലാഹ് ചോദിച്ചിട്ടുണ്ട്, അഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വാസികളായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം അവർ പരീക്ഷിക്കാതെ അവരെ വിട്ടേക്കുമെന്നാണോ മനുഷ്യന്മാർ വിചാരിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹ് ചോദിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കാതെ വിടുമെന്നാണോ വിചാരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ഒരു ചോദ്യം. മറ്റൊരു ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് ചോദിച്ചത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ല സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർ അനുഭവിച്ചതുപോലെ നിങ്ങൾക്കും വരാതെ
നിങ്ങൾക്കങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? മസ്സതുഹുമുൽ ബഅ്സാഉ വല്ലറാ, ദുരിതങ്ങളും പ്രയാസങ്ങളും അവരെ വേട്ടയാടിയിട്ടുണ്ട്. വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, റസൂലും കൂടെയുള്ള വിശ്വാസികളും അവർ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്, കിടിലം കൊണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് എന്നവർ ചോദിക്കുമാർ രൂപത്തിൽ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമായിട്ടുണ്ട് എന്നതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മയ്യുരിദില്ലാഹു ബിഹി ഖൈറ, ആർക്കാണ് അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചതെങ്കിൽ യുസിബ് മിൻഹു, അവര് പരീക്ഷണങ്ങൾ ബാധിക്കും. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഒരു പരീക്ഷണം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ നേതൃത്വത്തിൽ മദീനയിൽ മുനാഫിക്കുകൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ അപവാദം പ്രചരിപ്പിച്ച് അവരെ വല്ലാതെ തളർത്തിയപ്പോ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് അവരോട് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ പറഞ്ഞപ്പോ കണ്ണീര് വറ്റിപ്പോയ ആ മകൾക്ക് ആശ്വാസമായത് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളായിരുന്നു. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, ഭംഗിയായ ക്ഷമ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു മാത്രമാണ് എന്നെ സഹായിക്കാനുള്ളത്, അള്ളാഹുവിലാണ് എന്റെ സഹായം എന്നവർ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തു. അതിൽ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു കപ്പൽ ഓട്ടയാക്കിയത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സംഭവം. കപ്പൽ ഓട്ടാക്കിയത്, കുട്ടിയെ വധിച്ചത്, അതൊക്കെ പുറമെ നിന്ന് ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു തിന്മയാണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യവും അള്ളാന്റെ പ്ലാനിങ്ങും അത് കൃത്യമായി അറിയാവുന്ന റബ്ബ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷണത്തിന് പുറമെയുള്ള ഖൈറുകൾ എന്തൊക്കെയാണ് എന്ന് നാം അറിയുന്നതിനേക്കാൾ എത്രയോ കൃത്യമായി നമ്മെക്കുറിച്ച് നമ്മളെക്കാൾ അറിയുന്ന അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അല്ലാഹ് നമ്മളോട് പറഞ്ഞത് വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വെറുപ്പായി വിചാരിക്കുന്ന ചിലതൊക്കെ നിങ്ങൾക്ക് ഖൈറായേക്കാം. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഷർറുമായേക്കാം. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹ്ക്കറിയാം, നിങ്ങൾക്കറിയില്ല എന്നതാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതെത്ര നിസ്സാരമാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാലിൽ ഒരു മുള്ള് തറക്കുന്നത്, മനസ്സിനുണ്ടാകുന്ന ഒരു വേദന, ശരീരം അനുഭവിക്കുന്ന രോഗം, സാമ്പത്തികവും ശാരീരികവുമായ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, വിശ്വാസി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതെത്ര നിസ്സാരമാകട്ടെ, ക്ഷമയോടുകൂടി ഇതെന്റെ റബ്ബ് എനിക്കെന്റെ പാപം പൊറുക്കാൻ നൽകിയിട്ടുള്ള സുവർണാവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ ക്ഷമയോടുകൂടി അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ വിശ്വാസിക്ക് ഏത് പരീക്ഷണങ്ങളെയും സന്തോഷത്തോടുകൂടി നേരിടാനും അനുഭവിക്കാനും സാധിക്കും. അജബൻ ലി അംരിൽ മുഅ്മിൻ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്, അത് മുഅ്മിനിനല്ലാതെ ഈ ഭൂമുഖത്ത് മറ്റാർക്കുമില്ല. ആ പരീക്ഷണങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന, നിരാശയിൽ പൂണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന, അങ്ങേയറ്റം നിരാശ പൂണ്ട് ജീവിക്കുന്ന എത്രയെത്ര ആളുകൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല. അവർക്ക് എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും ഈ നിലക്കാണ് അവർ പരീക്ഷണങ്ങളെ കാണുക. അതുകൊണ്ട് തന്നെ കൃത്യമായി അവർക്ക് തരണം ചെയ്യാനും അതുവഴി നാളെ അവർക്ക് സ്വർഗത്തിലേക്ക് എത്താനും കഴിയും. അതിനു പുറമെ പ്രതിസന്ധികളിൽ തളരാതെ അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനകളും ദിക്റുകളും നമ്മൾ പതിവാക്കണം. പെട്ടെന്നുള്ള വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ പതിവാക്കേണ്ട ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹ്, അള്ളാന്റെ നാമം കൊണ്ട്. ഇസ്മുല്ല, അല്ലാഹ് എന്നത് ഇസ്മുൽ ജലാല. ഈ ഭൂമുഖത്ത് ഏറ്റവും വലിയ, ഈ ലോകത്ത് അല്ലാഹ് എന്ന പേരിനോളം ഉത്തമമായ മറ്റൊരു നാമവുമില്ല.
ആ നാമം കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മില്ല കൊണ്ട് ആരംഭിക്കുന്നു. അള്ളാന്റെ സഹായം അതുവഴി നമുക്ക് ലഭിക്കുന്നു. അള്ളാന്റെ ബറക്കത്ത് അതുവഴി നമുക്ക് ലഭിക്കുന്നു. ആ നാമത്തിന്റെ പ്രത്യേകത എന്താ? ലാ യദുറു മഅസ്മിഹി. ആ നാമത്തോടൊപ്പം ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു ദുരിതവും ശൈഉം ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലോ ആകാശത്തോ ഇല്ല. വഹുവ സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണത്. സലാസ മറ, ഇത് 3 തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, വൈകുന്നേരം ചൊല്ലിക്കഴിഞ്ഞാൽ ലം തുസിബുഹു ഫജഅത ബലാഇൻ ഹത്താ യസ്ബിഹ്, പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് പ്രഭാതം വരെ അവനത് രക്ഷയേകും. വമൻ ഖാലഹാ ഹീന യുസ്ബിഹു സലാസ മറ, പ്രഭാതത്തിൽ ഇത് 3 തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ലം തുസിബുഹു ഫജഅത ബലാഇൻ ഹത്താ യുംസിയ, വൈകുന്നേരം വരെ അവന് ഈ നിലക്കുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ കഠിനമായ ദുഃഖം, വലിയ പ്രതിസന്ധികൾ, അതിൽ നിന്ന് മോചനം നേടാൻ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പരീക്ഷണത്തെ അഭിമുഖീകരിച്ച യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫനാദാ ഫിൽ ദുലുമാത്, ഇരുട്ടറക്കുള്ളിൽ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല. ആ സമയത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, റബ്ബേ നീയല്ലാതെ ആരാധനക്കർഹനില്ല, നീ മഹാപരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്നർത്ഥം വരുന്ന ഇത് ഇബ്നു കസീർ റഹ്മഹുള്ള പറയാണ്. ഈ വിശ്വാസികൾ കഠിനമായ പ്രയാസങ്ങളിൽ അകപ്പെടുകയും തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയോടെ അള്ളാഹു വിളിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ രക്ഷിക്കുമെന്നത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. 3-ാമതായി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർഖി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതതിൽ അഅദാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്ന 4 വിഷയങ്ങൾ. 1 ജഹദിൽ ബല, കഠിനമായ പരീക്ഷണങ്ങൾ, ദർഖി ശഖാ, ദൗർഭാഗ്യം വന്നെത്തുക, സൂഇൽ ഖളാ, മോശമായ അവസ്ഥകൾ വരിക, ശമാതതിൽ അഅദാ, ശത്രുക്കളുടെ പരിഹാസം, ശത്രുക്കളുടെ സന്തോഷം, അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമുക്ക് അവയെ തടുത്തു തരും, കാവൽ നൽകും അല്ലാഹു സുബ്ഹാനഹു തആല. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുക, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമം പറഞ്ഞിറങ്ങിയവരാ, അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഇറങ്ങാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഇല്ല. ഇത് ഹൃദയത്തിൽ തട്ടി തവക്കുലാക്കി അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചാൽ യുഖാൽ, പറയപ്പെടും, ഹീന ഇതിൻ, ആ സമയത്ത് ഹുദീത വഖുഫീത വഖീത, നീ ഹിദായത്തിലായിട്ടുണ്ട്, നിനക്കെല്ലാ നിലക്കുമുള്ള കാവലും സുരക്ഷയും നൽകപ്പെട്ടിട്ടുണ്ട്. ഫതനഹാ ലഹു ശയാത്തീൻ, ശൈത്താൻമാർ അവരിൽ നിന്ന് അകന്നു പോകും എന്നതാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ആഫിയത്തിന് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദഉ ഹൗലാഇ ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹ്. ഒരു രാവിലെയോ വൈകുന്നേരമോ പ്രവാചകൻ ഒരിക്കലും ഉപേക്ഷിക്കാതിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും നിന്നോട് ഞാൻ സൗഖ്യത്തെ ചോദിക്കുന്നു, നിന്നോട് സൗഖ്യത്തെ ചോദിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ അഫ്വ്, മാപ്പ് ചോദിക്കുന്നു, ആഫിയത്തിനെ ചോദിക്കുന്നു. ഫീ ദീനി, എന്റെ ദീനിന്റെ വിഷയത്തിൽ, വദുനിയായ, എന്റെ ദുനിയാവിന്റെ വിഷയത്തിൽ, വഅഹ്ലി, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ, വമാലി, എന്റെ ധനത്തിന്റെ വിഷയത്തിൽ. അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി, അല്ലാഹുവേ എന്റെ ന്യൂനതകൾ എനിക്ക് മറച്ചു വെച്ചു തരണേ. ധാരാളം ന്യൂനതകൾ ഉള്ളവരാണ് നമ്മൾ. ആ ന്യൂനതകൾ ഒരിക്കലും വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹ് കൃത്യമായി നമ്മുടെ ആ ന്യൂനതകളെ അറിഞ്ഞവനാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അതൊരിക്കലും പുറത്തറിയിച്ചിട്ടില്ല. നമുക്കും അല്ലാഹ്ക്കും അറിയാം. അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി, എന്റെ ആ ന്യൂനതകളെ റബ്ബേ എനിക്ക് നീ മറച്ചു വെച്ചു തരണേ. വആമിൻ റൗആത്തി, എന്റെ ഭയപ്പാടിൽ നിന്ന് എനിക്ക് നിർഭയത്വം നൽകണേ.
അല്ലാഹുമ്മ ഹഫ്ളിനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, എന്റെ മുന്നിൽ നിന്ന് എന്റെ പിന്നിൽ നിന്ന്, വഅൻ യമീനി വഅൻ ശിമാലി, എന്റെ വലത്തു നിന്ന് ഇടത്തു നിന്ന്, വമിൻ ഫൗഖി, എന്റെ മുകളിൽ നിന്ന്, വഅഊദു ബിഅളമതിക അൻ ഉതാല മിൻ തഹ്തി, നിന്റെ അളമത്ത് കൊണ്ട് താഴ്ഭാഗത്തു കൂടെ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്നൊക്കെ പടച്ചോനെ എനിക്ക് നീ കാവൽ നൽകണേ. എല്ലാ ഭാഗത്തു നിന്നുമുള്ള കാവലിനെ അള്ളാഹിനോടൊരു വിശ്വാസി പ്രഭാതത്തിലും പ്രദോഷത്തിലും ചോദിക്കുമ്പോ ആ കാവലിലാണ്. ആ കാവൽ, അള്ളാന്റെ ആ കാവൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ദിക്റുകളും പ്രാർത്ഥനകളും നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഇത് ഒഴിവാക്കിയിട്ടില്ല എന്നതാണ്. അപ്പൊ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതേ വരൂ എന്ന ദൃഢമായ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു ഞെരുക്കത്തിന് രണ്ടെളുപ്പമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അൽ ഉസ്ർ എന്നത് അലിഫ് ലാം ചേർത്തിട്ടാണ് വന്നത്. യുസ്റിന് അവിടെ അലിഫ് ലാം ചേർത്തിട്ടില്ല. അപ്പോ അവിടെ അൽ ഉസ്ർ എന്നത് നിർദ്ദിഷ്ടമായും യുസ്ർ എന്നത് നിർദ്ദിഷ്ടമല്ലാതെയും വന്നു. അതുകൊണ്ട് ഒരു ഞെരുക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് എളുപ്പങ്ങൾ നൽകുമെന്നാണ്. ഒറ്റ ഞെരുക്കത്തിന് രണ്ടു എളുപ്പങ്ങളെ തോൽപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നതാണ്. അപ്പൊ ആ നിലക്ക് അള്ളാഹുവിൽ അഭയമർപ്പിച്ചു, അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് റബ്ബിനെ ദിക്റ് ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി നമ്മുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിലക്കും സുരക്ഷ നൽകുന്ന തരത്തിലുള്ള ദിക്റുകളും പ്രാർത്ഥനകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ പതിവാക്കുക. ആ നിലക്ക് അള്ളാഹുവിന്റെ കാവലിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തിന് എത്രമാത്രം ശുക്ർ കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നത് നമ്മൾ ആലോചിക്കാം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. ദുനിയാവിൽ ധാരാളം അനുഗ്രഹം കിട്ടിയ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. റബ്ബേ, നീ എനിക്ക് ചെയ്തു തന്ന, വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു തന്ന നിഅമത്തിന് നിന്നോട് ശുക്ർ കാണിക്കാനുള്ള പ്രേരണ എനിക്ക് നൽകണേ. വഅൻ അഅമല സ്വാലിഹൻ തർളാഹ്, നീ ഇഷ്ടപ്പെട്ട അമല് സ്വാലിഹാത്ത് ചെയ്യാനുള്ള പ്രേരണ എനിക്ക് നൽകണേ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുമ്പോൾ മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവം റബ്ബിനോട് ശുക്ർ കാണിക്കുന്നതിൽ നിന്ന് അകന്നുപോകും. പിന്നെ അവന് ദീനീ പ്രവർത്തനങ്ങൾക്ക് സമയം കിട്ടൂല. ജമാഅത്തിന് പള്ളിയിലെത്താൻ അവന് കഴിയില്ല. ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയില്ല. ജുമാക്ക് നേരത്തെ പള്ളിയിലെത്താൻ കഴിയില്ല. ഇതൊക്കെ നിഅമത്ത് കൂടുമ്പോൾ മനുഷ്യന് ബാധിക്കുന്ന ചില അസുഖങ്ങളാണ്. മാത്രമല്ല, അഹങ്കാരം വർദ്ധിക്കും. ആ നിലക്കുള്ള മനുഷ്യന്റെ സമീപനങ്ങളെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖാഇമ. ദുരിതം ബാധിക്കുമ്പോൾ ഇരുന്നും നിന്നും കിടന്നും നമ്മളോട് അവൻ പ്രാർത്ഥിക്കും. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരി മസാ. ആ ദുരിതത്തെ നീക്കിക്കൊടുത്താൽ മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരി മസാ, നമ്മളോട് അവൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന പോലെ അവൻ ഇങ്ങനെ നടക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം നമുക്കെടുത്ത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ അല്ലാഹുക്ക് കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഭിക്ഷമായ, എല്ലാ നിലക്കും ക്ഷേമകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ റബ്ബിനോട് ശുക്ർ കാണിക്കുക. നോക്ക് നിങ്ങൾ, വിശപ്പിന്റെ ആധിക്യം കാരണം വീട്ടിൽ നിൽക്കാൻ കഴിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങാം.
അപ്പുറത്തു നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതേ കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് വിശപ്പ് പുറത്താക്കുകയാണ്. അതേ കാരണം കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും വിശപ്പ് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇവർ 3 പേരും കണ്ടുമുട്ടുകയാണ്. അവർ രാത്രി പുറത്തിറങ്ങി അബുൽ ഹൈസമിന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചപ്പോ ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മിപ്പിച്ചത് ദുനിയാവിലെ ഈ അനുഗ്രഹങ്ങൾക്ക് പോലും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അങ്ങേയറ്റം വിശന്ന ഒരു സന്ദർഭത്തിൽ അല്പം ഭക്ഷണം കിട്ടിയപ്പോ അത് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ഇന്ന് രാത്രി മന്തി വേണോ, അൽഫാം വേണോ, ഷവായ വേണോ? രാവിലത്തെ ഭക്ഷണം എന്താ, രാത്രിയിലെ ഭക്ഷണം എന്താ, വൈകുന്നേരത്തെ ഭക്ഷണം എന്താ, രാത്രിയിലെ ഭക്ഷണം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും സുഭിക്ഷമായി അൽഹംദുലില്ലാഹ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്രയും കൊടിയ പട്ടിണിയിൽ ജീവിച്ച റസൂലും സഹാബത്തും അല്പം ഭക്ഷണം കിട്ടിയപ്പോ ഇതിന് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം മറുപടി പറയേണ്ടി വരും? റബ്ബിനോട് ശുക്ർ കാണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്നത് ഈ ഒരു സംഭവം നമ്മളെ ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരിക, ആ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക. മക്കൾ നഷ്ടപ്പെടുമ്പോ വളരെ ആത്മവിശ്വാസത്തോടു കൂടി അവയെ നേരിടാൻ കഴിയുക, ക്ഷമിച്ചുകൊണ്ട് അൽഹംദുലില്ലാ. കരളിന്റെ കഷ്ണം മരണപ്പെടുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിക്കാൻ സാധിച്ചാൽ അവന് ബൈത്തുൽ ഹംദ് നാളെ പരലോകത്തുണ്ട് എന്നതാണ്. ജീവിതകാലം മുഴുവൻ സഹോദരൻ മരണപ്പെട്ടതിന്റെ പേരിൽ, സൊഹർ എന്ന സഹോദരൻ മരണപ്പെട്ടതിന്റെ പേരിൽ ഹൻസ എന്ന കവയത്രി കരഞ്ഞ് കരഞ്ഞ് കാലം തീർത്ത് ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് അവർ കടന്നു വന്നപ്പോ തന്റെ 4 മക്കളും ഷഹീദായപ്പോ അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിക്കാൻ ഹൻസ റളിയല്ലാഹു അൻഹയ്ക്ക് സാധിച്ചെങ്കിൽ അതാണ് ഇസ്ലാമും ഇസ്ലാം അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഏതു പ്രതിസന്ധികളെയും ആ രൂപത്തിൽ നേരിടാനും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നമുക്ക് സാധിക്കണമെന്നതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലക്കുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകളെ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.